Watch full episodes on Jio Hotstar. അങ്ങോട്ട് നോക്ക്. കണ്ടില്ലേ? ഇൻസ്പെക്ടർ ചിങ്കം, ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ പൂർണ്ണ ചുമതല നിങ്ങൾക്കാണ്. വളരെ ദൂരങ്ങളിൽ നിന്ന് പോലും ഹോഴ്സ് റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. Why fear when Chingam is here? Don't worry. എല്ലാം ഞാൻ നോക്കിക്കോളാം സർ. ചിങ്കം സാറേ, ഇതെന്താ ഈ കാണിക്കുന്നത്? പുറകോട്ട് നോക്ക്. എന്റെ അമ്മ. Left, right, left, right, right, left, right, left, left, right, left, right, left, right, left, right. എന്റെ അമ്മ. അതുണ്ടല്ലോ ദിലാവർ ഖാന്റെ കുതിരയാ റഫ്താർ. ഇന്ന് വരെ ഒരു മത്സരത്തിലും തോറ്റിട്ടില്ല. ഈ കുതിര പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഏത് കുതിരയ്ക്കും ജയിക്കാൻ പറ്റില്ല. നീ പറയുന്നത് ശരിയാ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ആൾ അതിനെ മോഷ്ടിച്ചോണ്ട് പൊക്കളയും. അങ്ങോട്ട് നോക്ക്. അവനെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയാലെന്നേ. ആ ദിലാവർ ഖാൻ വന്നാലുണ്ടല്ലോ ഇതെല്ലാ പ്ലാനും പൊളിഞ്ഞു പോകും. ഓ എന്റെ റഫ്താർ! അയ്യോ, ആരെങ്കിലും ഒന്ന് വരുമോ? എന്റെ റഫ്താറിനെ ആരോ മോഷ്ടിച്ചോണ്ട് പോകുന്നു. പോലീസ്! പോലീസ്! അയ്യോ, കള്ളം വന്നിരിക്കുന്നു. പിടിക്കൂ! ആരെങ്കിലും അവനെ പിടിക്കൂ! വേഗം വായോ! നിർത്തുക അയാളെ. Hey, stop! Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. ഹലോ, മോട്ടു പത്ലു. ഹലോ, സ്റ്റോപ്പ്! നിർത്താനാണ് പറയണേ. Hey, stop! I said stop! കള്ളൻ ചേട്ടാ, ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കുതിരയെ തന്നിട്ട് പൊയ്ക്കോ. അങ്ങനെയോ? അല്ല പത്തലു, ഞാനിപ്പോ എന്താ ചെയ്യാ? മോട്ടു, എന്തിനാ പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്നത്? മുന്നിലേക്ക് തിരിഞ്ഞു പോ. ഓ സോറി സോറി. വേണ്ട വേണ്ട. മോട്ടു! പത്തലു!
മോട്ടു ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിട്ടാ വന്നത്, അല്ലാതെ ഫൈറ്റിങ്ങിനല്ല. ഒന്ന് താഴേക്ക് ഇറങ്ങ്. Hey, you are under arrest. എന്താണോ അറിയാൻ മേലത്തെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കണേ? തന്നെ കൊണ്ട് ഒരു ഗുണവും കൊണ്ടുവരൂ എന്റെ കുതിരയെ. ദേഷ്യപ്പെടരുത് ദിലാവർ ഗാഞ്ചി, നിങ്ങളുടെ കുതിരയെ തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കിട്ടിയില്ലെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടുത്തെ പ്രശ്നം കുതിര മോഷണം പോയെന്നുള്ളതാണ്. ഇവിടുത്തെ പോലീസിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരു പണിയെടുക്കില്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഈ ഇൻസ്പെക്ടറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും, കേട്ടോ? വരൂ റഫ്താർ. ഇത് കൊള്ളാലോ. താങ്ക്സ് പറയാന്ന് വിചാരിച്ചപ്പോ ഇവൻ നമ്മളായിട്ട് തേച്ചിട്ട് പോവാണല്ലോ. അവർ പോയിക്കോട്ടെ. ദിലാവർ ഖാൻ ഒരു വലിയ പണക്കാരനാണ്. അയാളുടെ അടുത്ത് ഒരു കുതിര പട്ടാളം തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു നല്ല ഹോഴ്സ് റൈഡറും കൂടിയാണ്. ഇന്ന് വരെ അദ്ദേഹം ഒരു ഹോഴ്സ് റേസിലും പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മോട്ടു പത്ലു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫുർഫുറി നഗര നിവാസികളെ, നാളെ ഫുർഫുറി നഗരത്തിൽ ഇന്റർനാഷണൽ ഹോഴ്സ് റേസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുർഫുറി നഗരത്തിൽ നിന്നും ആരും തന്നെ പങ്കെടുക്കുന്നില്ല. പൊളിക്കടുത്തല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വിഷമം മാറ്റാൻ നമ്മുടെ മോട്ടു വഴി കാണിച്ചു തരും. അത്രയ്ക്കും കഴിവുള്ളവനാണ് മോട്ടു. അതെങ്ങനെ? മോട്ടുവിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടു പയൽവാനാണ്. മോട്ടു ബുദ്ധിശാലിയാണ്. മോട്ടു സകല കലാ വല്ലവനാണ്. മോട്ടു ശക്തിശാലിയാണ്. മോട്ടു ധീരനാണ്. മോട്ടു നല്ല മനസ്സുള്ളവനാണ്. മോട്ടു എല്ലാത്തിനും തയ്യാറാണ്. എന്റെ മോട്ടു, ഇവരൊക്കെ നിന്നെ വെറുതെ പിരികേറ്റി വിടാൻ വേണ്ടി പറയുന്നതാ. അതെ, നമ്മുടെ വിഷമം തീർക്കാൻ മോട്ടുവിന് കഴിയും. ഫുർഫുറെ നഗരത്തിലെ അഭിമാനം മോട്ടുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അദ്ദേഹം നമ്മുടെ ഫുർഫുറെ നഗരത്തിന് വേണ്ടി ഹോഴ്സ് റേസിൽ പങ്കുകൊണ്ട് വിജയിക്കും. എന്താ ആരെങ്കിലും എന്നെ ഒന്ന് പിടിക്കൂ. ഘസീട്ടാറാം, ഞാൻ നിന്നെ കാണുന്നുണ്ട്, നോക്കിക്കോ. നമ്മുടെ മോട്ടുവിന് റേസിൽ വിജയിക്കണമെങ്കിൽ ഒരു വേഗതയിൽ ഓടുന്ന കുതിരയെ കണ്ടുപിടിക്കണം. പക്ഷേ ചിങ്കം സാറ്, നമുക്ക് അങ്ങനെ ഒരു കുതിരയെ എവിടുന്ന് കിട്ടാനാ? കാട്ടിൽ തന്നെ. അതെ, അതിവേഗതയിൽ ഓടുന്ന ഒരു കുതിരയെ നമുക്ക് കാട്ടിൽ നിന്ന് തന്നെ കിട്ടും. അത് ശരിയാണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി കാട്ടിനകത്ത് പോയി വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയെ അങ്ങ് പിടിച്ചുകൊണ്ട് വരാം. പത്തിലു, ഭൂമി എന്താണ് ഇങ്ങനെ കുലുങ്ങുന്നത്? ദേ നോക്ക് കുതിര, ദേ നോക്ക്, ദേ നോക്ക്. ദാ ആ കാണുന്ന കുതിര. അത് അവിടെ ഒരു കുതിര. അത് നല്ല കുതിരയാ, ഞാൻ ഇപ്പൊ വരാം. ഓ എന്റെ കുതിരേ, വരൂ എന്റെ മോനെ. മോട്ടു, ആ കുതിരയെ പിടിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്റെ മോട്ടു, നീ ഇതിന് എങ്ങനെ ഓടുന്നത്? നേരെ ഓട്. എന്റെ അമ്മോ. മോട്ടു സൂക്ഷിച്ച്. ഓടിക്കോ. എന്റെ അമ്മോ.
വേണ്ട 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 വേണ്ട. എന്റെ കൂട്ടുകാരെ ഒന്ന് മനസ്സിലാക്ക്. റേസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ നിന്നെ വിട്ടേക്കാം. സത്യം, ഇതെന്റെ വാക്കാണ്. എന്നെ വിശ്വസിക്ക കൂട്ടുകാരാ. താങ്ക് യു കൂട്ടുകാരാ. പൊളിച്ചേ ഓടടാ നീ എന്റെ കുതിരേ. കൂട്ടുകാരെ, റേസ് തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർ റൈഡർ ദിലാവർ ഖാൻ ഇതുവരെ എത്തിയിട്ടില്ല. ദിലാവർ ഖാന്റെ പേരുച്ചരിച്ചതും ദിലാവർ ഖാൻ ദായിദ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഫുർഫുരി നഗരവാസികൾക്ക് ദിലാവർ ഖാന്റെ വിനീതമായ സലാം. എന്താ ഇത്, ഇത്ര നേരമായിട്ട് മോട്ടുവിനെ കാണുന്നില്ലല്ലോ? കൂട്ടുകാരെ, മോട്ടുവിന്റെ പേര് എഴുതിയിട്ടില്ല. എങ്കിലും ദേ മോട്ടു എത്തിയിരിക്കുന്നു. മോട്ടു, കടിഞ്ഞാണില്ലാത്ത കുതിരയെ താൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന? വലിയേട്ടാ, കുതിരസവാരി മനസ്സിന്റെ അടുപ്പമാണ്, അല്ലാതെ ലഗാനെ കൊണ്ടൊന്നുമല്ല. ഇത് കേൾക്കൂ. പറയൂ. ഇത് നോക്ക്. ആ ആളുടെ അടുത്ത് കുറച്ച് ശ്രദ്ധിച്ചു നിൽക്കണം. കണ്ടാൽ അറിയാം ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന്. ഗുലേബ ഖവാലി, നീ അധികം വിഷമിക്കണ്ട. ദിലാവർ ഖാൻ ഒരു വലിയ കൊടുങ്കാറ്റാണ്. അവൻ എത്ര എതിരാളികൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കും. മോട്ടു എന്റെ മുമ്പിൽ ഒന്നുമല്ല. എന്ത് കാര്യമാണോ നമുക്ക് കാണാൻ കഴിയാത്തത്, അതിൽ ഒരുപാട് രഹസ്യമുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അയാളുടെ കണ്ണുകളിൽ നിങ്ങളുടെ തോൽവി കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, റേസിന്റെ റൂൾസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഓൾ റൈറ്റ്, ചിങ്കം സാർ, സ്റ്റാർട്ട് ദ റേസ്. അപ്പോ റേസ് ആരംഭിച്ചിരിക്കുന്നു. എല്ലാവരും അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓട്ടും കുതിരയും ദിലാവർ ഖാന്റെ ഒപ്പം ഏതാണ്ട് എത്തിയിരിക്കുന്നു. ദിലാവർ ഖാനാണെങ്കിൽ മോട്ടുവിനെ അയാളുടെ കുതിരയിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിക്കുന്നു. പക്ഷേ മോട്ടു തോൽവി സമ്മതിക്കുന്ന ഒരാളെ അല്ല. വളരെ നന്നായിട്ടുണ്ട്. ദിലാവർ ഖാൻ ഇപ്പോ വളരെ വേഗതയോടെ മോട്ടുവിന്റെ പിന്നിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ? മോട്ടു അയാളുടെ കുതിര തൂഫാന്റെ പുറത്ത് നിന്ന് താഴെ വീണിരിക്കുന്നു. ഓ നോ, മോട്ടു താഴെ വീണിരിക്കുന്നു. മോട്ടു തൂഫാനെ വിളിക്കുന്നു. തൂഫാൻ ആ വിളി കേട്ട് നിൽക്കുന്നു. എന്നിട്ട് തൂഫാന്റെ ഒച്ച കേട്ട് മറ്റു കുതിരകളും നിൽക്കുന്നു. തൂഫാൻ തിരിച്ച് മോട്ടുവിന്റെ അടുത്തേക്ക് വരുന്നു. മറ്റു കുതിരോട്ടക്കാര് അവരവരുടെ കുതിരകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. വാ, ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് താങ്ക് യു കൂട്ടുകാരാ, താങ്ക് യു. വിട്ടോ തൂഫാൻ. വീണ്ടും മോട്ടു കുതിരയുടെ പുറത്ത് കയറി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൺബിലീവബിൾ. മോട്ടു തൂഫാന്റെ പുറത്ത് കയറി വളരെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ദാ അവൻ ദിലാവർ ഖാന്റെ ഒപ്പം എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഓട് ഓട്, വേഗം വേഗം, ഇതിലെ വേഗം ഓടണം. ദിലാവറും മോട്ടുവും നെക്ക് ടു നെക്ക് ഒപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭാഷ്, ഇത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിന്റെ കഴിവ് മുഴുവനും പുറത്തേക്ക് എടുക്ക് തൂഫാൻ. ഇത് നിന്റെ ആദ്യത്തെ റേസ് ആണ്, അവസാനത്തെയും കൂടിയാണ്. ഇതിനുശേഷം ഞാൻ നിന്നെ കാട്ടിൽ തന്നെ തിരിച്ചു വിട്ടേക്കാം. സഭാഷ് തൂഫാൻ, കുറച്ചുകൂടെ വേഗം, കുറച്ചുകൂടെ വേഗം. മോട്ടു ദിലാവർ ഖാന്റെ കുതിര കടന്നു പോകുന്നു. വെരി ഗുഡ്, കലക്കി മോട്ടു, വെരി ഗുഡ്. അവർ തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുന്നു. മോട്ടു ഫിനിഷിംഗ് ലൈനിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദിലാവർ വളരെയധികം സ്പീഡിൽ തൊട്ടുപുറകിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ റേസ് കഴിയാറായി. ഫിനിഷിംഗ് ലൈൻ മോട്ടു ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്റെ റഫ്താർ ഒരു സാധാരണ കാട്ടുകുതിരയുടെ മുമ്പിൽ തോറ്റിരിക്കുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിയും. ദിലാവർ ഖാൻ അവർകളെ
നിങ്ങൾ കരുതുന്ന പോലെ അത് സാധാരണ കുതിരയല്ല. മാത്രമല്ല അയാളും സാധാരണ മനുഷ്യനല്ല. അവരെ നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം അവർ ധൈര്യശാലികളും സമർത്ഥരുമാണ്. നമുക്ക് സിറ്റി ഓഫ് ഗോൾഡ് അന്വേഷിക്കുന്നതിനായി ഇവർ അത്യാവശ്യമാണ്. അതെ, ഞാനും അതൊക്കെ തന്നെയായിരുന്നു ആലോചിച്ചോണ്ടിരുന്നത്. നിങ്ങൾ എന്താ ആലോചിച്ചു? ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു. എങ്കിൽ ശരി, നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് ചിന്തിച്ചു. ഇപ്പൊ സന്തോഷമായല്ലോ. ഇനി കണ്ടോ എന്റെ കളി. ഇന്ന് തൂഫാൻ ശരിക്കും കലക്കി കളഞ്ഞു. താങ്ക് യു കൂട്ടുകാരാ. റേസിൽ നീ ശരിക്കും പൊളിച്ചു കേട്ടോ. പൊയ്ക്കോ കൂട്ടുകാരാ. തൂഫാൻ കൂട്ടുകാരാ, വേഗം പൊയ്ക്കോ. ദിലാവർ ഖാൻ, നിങ്ങൾ എന്താണ് ഇവിടെ? ദിലാവർ ഖാന്റെ ഈ സലാം സ്വീകരിക്കൂ. മോട്ടുജി, ഇന്ന് വരെ ഞാൻ എന്നെ തന്നെയായിരുന്നു ഒരു ഏറ്റവും വലിയ കുതിരോട്ടക്കാരെന്ന് കരുതിയത്. പക്ഷെ താങ്കളുടെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനായി മാറി. എന്റെ കുതിര ഇന്ന് വരെ ഒരു റേസും തോറ്റിട്ടില്ല. പക്ഷെ താങ്കളുടെ കാട്ടുകുതിരയെ വെച്ച് അവനെ തോൽപ്പിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിച്ചാലും. പൊളിക്കടുത്തല്ലോ. ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഇത് നല്ല ഒന്നാം തരം സ്വർണ്ണവാ. ദിലാവർ ഖാൻ സാറേ, നിങ്ങൾ വളരെ വലിയൊരാളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങാൻ കഴിയില്ല. അല്ല, ഒന്നുമല്ലല്ലോ. നിങ്ങൾ എന്റെ നഗരത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇതല്ല ഇതിനേക്കാളും കൂടുതൽ തന്നേനെ. ഒരുപക്ഷെ താങ്കൾ എന്റെ നഗരത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്റെ. ദിലാവർ ഖാൻ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരോടും പറയാതിരിക്കൂ. ക്ഷമിക്കൂ മോട്ടുജി. താങ്കൾ ഈ സമ്മാനം സ്വീകരിച്ചേ പറ്റൂ. താങ്കളെ പോലുള്ള ഒരു ധീര മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ താങ്കളെ പോലുള്ള ഒരു ധീരൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ പിതാവ്. ദിലാവർ ഖാൻ, ഇങ്ങനെ വീട്ടുകാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കൂ. ഓ സോറി, ഞാൻ കുറച്ച്. ദിലാവർ ഖാൻ സാറേ, എന്താ കാര്യം? പറഞ്ഞോളൂന്നേ. നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്തിനാ അതിങ്ങനെ നിർത്തിക്കളയുന്നത്? പറയൂ സാറേ. ഇതെന്റെ പത്നി ഗുലേബ കാവാലി. ഇവര് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നാണ്. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ വന്നതാണ്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖത്തിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പാടില്ല. അത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ദുഃഖം കൊണ്ട് നിങ്ങളെ എന്തിനാണ് ദുഃഖിപ്പിക്കുന്നത്? ദിലാവർ ഖാൻ സാറേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ദുഃഖം എന്താന്നേ. ഒരുപക്ഷെ നിങ്ങളുടെ ദുഃഖം ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല പരിഹാരം കിട്ടുകയാണെങ്കിൽ വേഗം തീർച്ചയായിട്ടും പറയൂ സാറേ. എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും ശരി, അത് അടുത്തുള്ളവനോട് പറയുമ്പോ കുറയൊന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടത് പറഞ്ഞേക്ക്. മോട്ടു പത്ലൂജി, ഞാനിപ്പോ എന്താ പറയാ? വേഗം എന്നോടൊന്ന് ക്ഷമിക്കുക. നീ പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോ ഇവരോട് പറയാൻ പോവുകയാണ്. എന്റെ പിതാവ് എന്നും എന്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ കിരീടവും വാളും എന്നാണ് തേടി കണ്ടുപിടിച്ചു കൊടുക്കുക. ഇനിയിപ്പം ഞാൻ എന്താണ് ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്? കിരീടവും വാളുമോ? എവിടെ പോയി? ആരാ കൊണ്ടുപോയത്? കുറെ വർഷങ്ങൾ മുമ്പ് കൊള്ളക്കാർ മോഷ്ടിച്ചോണ്ട് പോയി. എന്നിട്ട് അതിനെ ഗോൾഡൻ മൗണ്ടന്റെ പുറകിൽ അവരുടെ നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പൊളിക്കടുത്തല്ലോ. എന്ത്? ആ മൗണ്ടനിൽ സ്വർണ്ണം ഉണ്ടെന്നോ? ഇല്ല, അത് സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോ അതൊരു സ്വർണം പോലെ തിളങ്ങാറുണ്ട്. ഞാൻ എന്റെ കുറെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചു. ആരും തന്നെ ആ നഗരത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവർ നിങ്ങളെ പോലെ ധീരന്മാരല്ല സുഹൃത്തുക്കളെ. ഞാൻ എന്റെ ബാബ എങ്ങനെ എന്റെ മോൻ കാണിക്കും? ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും? വലിയേട്ടാ, കരയരുത്, പ്ലീസ് കരയരുത്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കിരീടവും വാളും നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും. കൂട്ടുകാര് വേണ്ടേ കൂട്ടുകാരെ സഹായിക്കുവാൻ? നമ്മൾ കൂട്ടുകാരാണ്, കൂട്ടുകാരായി തന്നെ ഇരിക്കും. കൂട്ടുകാരൻ തന്നെ വിളിച്ചോ നിങ്ങള്? താങ്കൾ എന്റെ പിതാവിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുമെന്നത്രേ. ബേഗം സാഹിബ, ഇനിയും ഒരു സമ്മാനം കൊടുക്കൂ. മോട്ടു പത്ലു, നമ്മുടെ ഈ സൗഹൃദത്തിന്റെ പേരിൽ ഈ ഒരു സമ്മാനം കൂടെ സ്വീകരിച്ചാലും. ഇപ്പോ നാം മടങ്ങുന്നു. ഞാൻ എന്റെ നാട്ടിൽ നിങ്ങളുടെ വരവും കാത്തിരിക്കുന്നതായിരിക്കും.
നമസ്തേ സലാം ശുക്രിയ എന്റെ പ്രിയ സുഹൃത്തെ. ഞാൻ കാത്തിരിക്കുന്നതായിരിക്കും. മോട്ടു, ദിലാവർ ഖാന്റെ കൂടെയുള്ള കൂട്ടും അദ്ദേഹം നമ്മൾക്ക് തന്ന സമ്മാനവും ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചതുപോലെ ഇല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. പത്തുലു, അയാള് നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ തന്നിട്ടാ പോയിരിക്കുന്നത്. നമ്മളടുത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടല്ലല്ലോ. ഇതില് പ്രശ്നം വരാൻ എന്തിരിക്കുന്നു? നമ്മള് കൂട്ടുകാരന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. കൂട്ടുകാരന്റെ വാക്കെന്നും വാക്കായിരിക്കണം. അതുതന്നെയാണ് ഈ മോട്ടുവിന്റെ വിജയവും. ശരി മോട്ടു, ഇനി നീ എവിടേക്ക് പോയാലും ഞാനും കൂടെ വന്നേക്കാം. ഓ എന്റെ ചങ്കുകളെ, എന്റെ ബ്രോ, താഴെ ഒരു നഗരം കാണുന്നില്ലേ? അതാണ് ദിലാവർ ഖാന്റെ നഗരം. പൈലറ്റ് ചേട്ടാ, ഒന്ന് വേഗം ലാൻഡ് ചെയ്യൂ. അത് ഞങ്ങളുടെ കൂട്ടുകാരന്റെ നഗരമാണ്. ഓ, എനിക്ക് ആ സിറ്റിയിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ എയർപോർട്ട് ഇല്ല. എയർപോർട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ അകലെയാണ്. അവിടെ ലാൻഡ് ചെയ്യാം. അവിടെ നിന്നും റോഡ് മാർഗം നിങ്ങൾ പൊയ്ക്കോളൂ. ഐഡിയ, ഞങ്ങൾ ഇവിടെ നിന്ന് ബൈ റോഡ് വഴി പോയിക്കോളാം. എന്താ ഡോക്ടർ ജഡ്ക? എന്നാ പിന്നെ നമുക്ക് ഒട്ടും താമസിക്കാതെ അങ്ങ് പോവാ അല്ലേ? അതെ, നമ്മൾ ഇപ്പോഴും ആകാശത്ത് തന്നെയാണ്. ഇവിടെ റോഡൊന്നുമില്ല. നിങ്ങൾ എന്താ തമാശ കളിക്കുകയാണോ? വലിയേട്ടാ, വിട്ടോളൂ. ഓ എന്റെ ചങ്കുകളെ, എന്റെ ബ്രോ, കാറിന്റെ വിങ്സ് തുറക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മോ, വിങ്സ് വന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഡോക്ടർ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാരും ചേർന്ന് മുകളിലേക്ക് പോണ്ടി വരും. മമ്മി രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ശരിക്കുള്ള ബട്ടൺ തന്നെയല്ലേ അമർത്തിയത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഇതിന്റെ ബട്ടണേ റൈറ്റ് സൈഡിലായിരുന്നു. എന്തിനാ ചങ്കുകളെ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? രക്ഷപ്പെട്ടെന്നോ? പത്തില് മാത്രം ആ ബട്ടന്റെ കാര്യം അപ്പോഴേ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ മേളിൽ പോകേണ്ടതായിരുന്നില്ലേ? എന്നിട്ടാണോ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്? ഇത് സംഭവം കൊള്ളാലോ. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വാഗതമാണ്. ഐ സെഡ് സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടു സൂക്ഷിച്ച്. ദിലാവർ ഖാൻ! പെട്ടെന്ന് ഓടാ, ഇവിടുന്ന് വാ. ദിലാവർ ഖാൻ!
മോട്ടു എന്റെ സുഹൃത്തെ, നീ വന്നോ? നമ്മൾ എത്ര നേരം നിന്റെ വരവും കാത്തിരിക്കേ. ദിലാവർ ഖാൻ, ഒരു പ്രാവശ്യം നീ ഞങ്ങളെ കൂട്ടുകാരെന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴോ നിന്റെ ശിങ്കടികളെയൊക്കെ വെച്ച് ഞങ്ങളെ എല്ലാവരെയും തല്ലി ഓടിപ്പിക്കാൻ നോക്കുന്നു. ക്ഷമിക്കൂ സുഹൃത്തെ, ക്ഷമിക്കൂ. താങ്കളെ ദ്രോഹിക്കുക എന്നുള്ളതല്ലായിരുന്നു എന്റെ ലക്ഷ്യം. താങ്കളുടെ ശക്തി ഒന്ന് പരീക്ഷിക്കുക എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. താങ്കൾ പോകാൻ പോകുന്ന സ്ഥലം, ആ പാതകൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു പവർഫുൾ ആളിനെ സാധിക്കൂ. മോട്ടു എന്റെ സുഹൃത്തെ, താങ്കൾ എന്റെ 10-25 യോദ്ധാക്കളെ എത്ര നിസ്സാരമായിട്ടാണ് അടിച്ചു വീഴ്ത്തിയത്. ഇനിയിപ്പോ നീ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളായ മോട്ടു പത്ലുവിന് ഒരു നല്ല വൻ സ്വീകരണം കൊടുത്ത് തിരിച്ചയച്ചേനെ. ദിലാവർ ഖാൻ സാറേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞു വിടണോ, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാരമ്പര്യ കിരീടം വേണോ? മടിക്കാതെ പറയൂ. വാ, എന്ത് വർത്താനമാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഇനി എനിക്ക് വിശ്വാസമായിരിക്കുന്നു. ഇപ്പൊ താങ്കൾക്ക് മാത്രമേ എന്റെ പിതാവിന്റെ അന്തിമ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കൂ. വളരെ നന്ദി മോട്ടു, വളരെ നന്ദി. ദിലാവർ ഖാൻ സാറേ, വരവേൽപ്പൊക്കെ നമുക്ക് പിന്നീട് ആഘോഷിക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ആ ഗോൾഡൻ മൗണ്ടിലേക്കുള്ള വഴി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാലും. വാ പത്ലൂജി, വാ. എന്റെയും താങ്കളുടെയും ചിന്തകൾ എത്രമാത്രം സാമ്യമാണ്. ഈ ദിലാവർ ഖാനും സമയം നഷ്ടപ്പെടുത്തുന്ന തീരെ ഇഷ്ടമല്ല. അതേപോലെ തന്നെ താങ്കളും സമയത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പൊ താങ്കൾ ഇങ്ങനെ തന്നെ ആ വഴിയിൽ പോവുകയാണെങ്കിൽ ഇവിടത്തെ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും. എന്നിട്ട് അവർ നിങ്ങളുടെ പിന്നാലെ വന്ന് ആ കിരീടവും വാളും നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും. ഇവിടത്തെ ആൾക്കാർ വളരെ സ്വാർത്ഥരാണ്. പിന്നെ എങ്ങനെയാ പോവുക? നാളെ ഇവിടെ ലാമ റേസ് നടക്കും. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. എന്നിട്ട് റേസ് അവസാനിക്കുന്ന സ്ഥലത്ത് അവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു ആക്ടിങ് നിങ്ങൾ ചെയ്യണം. അതായത് ലാമ ഔട്ട് ഓഫ് കൺട്രോൾ ആയതുപോലെ. എന്നിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ജനങ്ങൾ വിചാരിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന്. അപ്പൊ നിങ്ങളെ കുറിച്ച് ആർക്കും യാതൊരു സംശയമുണ്ടാവില്ല. വളരെ നല്ല പ്ലാനാണ്. പക്ഷേ ഗോൾഡൻ മൗണ്ടനിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? അതൊന്ന് പറഞ്ഞു തരുവോ? ഇന്നാ അവിടെ പോകാനുള്ള വഴി ഇതിലുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ചു വെക്കുക. സുഹൃത്തുക്കളെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ലാമ റേസ് നടക്കുകയാണ്. ഈ വർഷം ഫുർഫുരി നഗരത്തിൽ നിന്ന് 5 പേർ ഈ റേസിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. റേസ് ജയിക്കുന്ന ആൾക്ക് സ്വർണത്തിന്റെ ട്രോഫി കൊടുക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? മമ്മി, എന്റെ അമ്മോ, രക്ഷിക്കണേ. ഓ എന്റെ അത്തിപ്പോർ അമ്മച്ചിയെ, എന്താ ഇത്? ഏയ്, ഒന്ന് നേരെ നടക്ക്. ഓ എന്റെ അത്തിപ്പോർ അമ്മച്ചിയെ, ഇതിന്റെ മുകളിലിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ മോട്ടു. ഡോക്ടർ ജാഡ്ക, ലാമയുടെ മീതെ സവാരി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മോ, ഞാനാണോ ലാമയുടെ മീതെ സവാരി ചെയ്യുന്നത്, അതോ ലാമയാണോ എന്റെ മീതെ സവാരി ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്ലീസ് ഒന്ന് നിർത്തൂ. ഞാൻ പുട്ടും കടലും വാങ്ങിത്തരാം. എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ ഒരിക്കലും ഒന്നിന്റെ ദേഹത്ത് കയറിയിരിക്കില്ല. എന്നെ ഇറക്കി വിടൂ. ഞാൻ എന്റെ എല്ലാ സമൂസകളും
രേഖകളും നിനക്ക് തന്നേക്കാം. ഇത് നോക്ക്, നമുക്കൊരു കാര്യം ചെയ്യാം. അത് കൺട്രോൾ ആകാത്ത മാതിരി ഒരു ആക്ടിംഗ് അങ്ങ് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് വേഗം മുന്നേറി പോകാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇന്ന് വരെ ലാമയുടെ മീതെ സവാരി ചെയ്തിട്ടില്ല. എനിക്കിതിന് പറ്റുന്നില്ല. എന്നൊന്ന് താഴേക്ക് ഇറക്കി വിടൂ. ഈ ലാമോടൊന്ന് നിൽക്കാൻ പറയൂ. എന്താ നടക്കുന്നത് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താ നടക്കണ ഒരു പിടി കിട്ടണല്ലോ. ആ ലാമാസ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പെട്ടെന്ന് നോർമൽ ആവുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മരോടെ പോയി കാണുന്നില്ല. ഇനി എന്നെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നു. എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം വെള്ളം എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ പത്ലു. മോട്ടു, വെള്ളം എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. മോട്ടു ഈ മരുഭൂമിയിൽ ഇത്രയും വേഗതയോടെ എങ്ങനെയാണ് ഓടുന്നതെന്ന്. ഇവന്മാര് നമ്മളെ തീർച്ചയായിട്ടും സിറ്റി ഓഫ് ഗോൾഡ് വരെ എത്തിക്കും. വെള്ളം 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 വെള്ളം. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഇത് മണലാണ്, വെള്ളമല്ല. പത്ലു, ഞാനിവിടെ വെള്ളം കണ്ടതാണല്ലോ. പത്ലു, വെള്ളം തരൂ. വെള്ളം വെള്ളം. നേതാവേ, ഇവിടെ അധിക നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല. അങ്ങോട്ട് നോക്കൂ, താഴെ പാമ്പ് പടം പൊഴിച്ചിരിക്കുക. അറിയില്ലേ, അതൊരു മണൽ പാമ്പാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? വേഗം ഇവിടുന്ന് പോവാം. ഓ മൈ ഗോഡ്. ദിലാവർ ഖാനെ സിംഹം പോലും പേടിക്കും. ഈ ഒരു മണൽ പാമ്പ് നമ്മളെ എന്ത് ചെയ്യാനാണ്? വേഗം വാ മോട്ടു, അങ്ങോട്ട് പോകാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വെള്ളം തരൂ. വെള്ളം. ഐഡിയ. ചിങ്കം സാറേ, നിങ്ങൾ ഫയർ ചെയ്യേ. നമുക്കെല്ലാവർക്കും ഇളനീര് വെള്ളം കുടിക്കാം. ഫയർ ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. ഇപ്പൊ നമുക്ക് ഇളനീര് കിട്ടും. ഗുലേബ ഖൗലി, ഈ നാളികേരം എവിടുന്നാണ് വരുന്നത്? പാമ്പ് വേണ്ട. ഇല്ല. വേണ്ട. ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ മാപ്പിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഇവിടേക്കാണോ പോവേണ്ടത്, അതോ ഇവിടേക്കോ? മോട്ടു, ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ടെന്നാ. അതിലെന്തായാലും നിറയെ വെള്ളം ഉണ്ടാവും. എനിക്ക് 1 കിലോമീറ്റർ അല്ല, 1 മീറ്റർ പോലും നടക്കാൻ വയ്യ. വെള്ളം എനിക്ക് ഇവിടെ വേണം. വെള്ളം. എന്റെ മോട്ടു മുഴുവൻ പറയുന്നത് കേക്ക്. ആ കുളത്തിന്റെ തൊട്ടടുത്ത് ഒരു സമൂസയുടെ കടയുണ്ട്. എന്താ സമൂസയോ? എവിടെ എവിടെ എവിടെ? ദേ ഈ ഡയറക്ഷനിലാ, 1 കിലോമീറ്റർ ദൂരം.
സമൂസ 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 സമൂസ. വെള്ളം കണ്ടോ? പത്ലു, അവിടെ സമൂസയുടെ കടയൊന്നുമില്ല. നീ കള്ളം പറഞ്ഞതല്ലേ? ഓ എന്റെ മോട്ടു, നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് വെള്ളം കുടിക്കാമായിരുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് തിരിഞ്ഞോടി വന്ന്? നീ അവിടെ വെള്ളം കുടിക്കുന്നതിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ശരി, കുഴപ്പമില്ല, നീ പോയി വെള്ളം കുടിക്ക്. ഇല്ല ഇല്ല പത്ലു, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. വെള്ളം വെള്ളം. ഇത് നോക്ക് മോട്ടു, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ നുണ പറഞ്ഞതല്ല. അവിടെ സമൂസ കടയുണ്ടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാ. പക്ഷെ സമൂസ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്, അത് ഉറപ്പാ മോട്ടു. പക്ഷേ സമൂസ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ആവശ്യമില്ലേ? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയേ മതിയാകൂ. ഇത് നോക്ക് മോട്ടു, ഈ മാവ് എടുത്ത് നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ചൂടോടെ ഞാൻ നിനക്ക് തരാം മോട്ടു. നീ വിഷമിക്കണ്ട. നല്ല ചൂടുള്ള സമൂസേ. എന്നാ പിന്നെ വരൂ, എന്തിനാ സമയം പാഴാക്കുന്നേ? പൊളിച്ചേ. ഇത് നോക്ക്, അവൻ പോയി തിരിച്ചു വരുന്നതിനുള്ളിൽ നമ്മളെല്ലാരും അങ്ങോട്ട് പോയേ മതിയാകൂ. കുതിര നിർത്തിക്കേ. നിങ്ങളുടെ കുതിരയോട്ടം നിങ്ങൾ രസിക്കുകയാണോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ? ഗുലേബ ഖവാലി. ദൈവമേ, പകലും നക്ഷത്രം എണ്ണിക്കാന്നല്ലോ. ഓ ഓ സഹിക്കാൻ പറ്റണില്ല. എന്റെ നടുവടിഞ്ഞൊരു പരുവായി. ആ നാളികേരം എവിടുന്നാ വന്നേ? സേനാപതി, ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളാണ് ഫയർ ചെയ്തത്. അപ്പോഴാണ് നാളികേരം വീണത്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ അത് വിട്ടേക്കൂ. വാ, നമുക്ക് മോട്ടു പത്ലു എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. വെള്ളം വെള്ളം വെള്ളം. എന്താ ഇത്? നിങ്ങൾ ആരാണ്? ഇവിടെ എന്ത് കുന്തമാണ് ചെയ്തോണ്ടിരിക്കുന്നത്? വലിയേട്ടാ, ഞാൻ എല്ലാം പറയാം. പക്ഷെ ആദ്യം കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. വെള്ളം. പാടില്ല പാടില്ല. ഡോണ്ടു, തിരിച്ചു പൊക്കോ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് എല്ലാവരും തിരിച്ചു പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ ജയിലിനകത്തിടും. 3 വരെ ഞാൻ എണ്ണും. തിരിച്ചു പോകൂ. 1 2 3. എന്റെ അമ്മ. പത്തലു, വെള്ളം അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേലും ചെയ് പത്തലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നിനക്ക് സമൂസ കഴിക്കണ്ടേ? പക്ഷെ ഇവരാരും അതിന് വെള്ളം തരുന്നില്ല. വെള്ളം തന്നില്ലെങ്കിൽ പിന്നെ സമൂസ ഉണ്ടാക്കാൻ പറ്റില്ല. സമൂസ ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ? ലോകത്തിൽ ഒരു ശക്തിക്കും തന്നെ മോട്ട് സമൂസ കഴിക്കുന്നത് തടയുവാൻ സാധിക്കില്ല. അയ്യോ എന്റെ അയ്യോ, പിന്നെ ഇനി അങ്ങനെ ചെയ്യാലോ? അയ്യോ, ഞാൻ പറയണതും എന്തിനാ ഓടണേ? ഞാനിന്ന് നേരം വെളുത്ത ആഹാരയുടെ മോഹമാണോ കണ്ടേ? ഹലോ ഗുലേബ ഖവാലി, ഇതിനെ ഒന്ന് നിർത്ത്. പറയാതെ ഓരോ തലവേദനകൾ കയറി വന്നോളും. ഹലോ വെള്ളം. എനിക്ക് വെള്ളം കുടിക്കണം. എനിക്ക് വെള്ളം കുടിക്കണം. ആരാ? എന്നെ വിടൂ. എനിക്ക് വെള്ളം കുടിക്കണം. എന്നെ വിടാനല്ലേ പറഞ്ഞ.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എഴുന്നേൽക്ക് ചിങ്കം സാറേ, അവര് പോയി. ആഹാ. പത്ലു, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. വരൂ, നമുക്ക് ചെന്ന് വേഗം നല്ല സമോസകൾ ഉണ്ടാക്കാം. പ്ലീസ്. പൊളിച്ചെടുത്തല്ലോ, നമുക്ക് സമോസ പിന്നെ കഴിക്കാം. അത് കണ്ടോ നമ്മുടെ ലാമ അവർ അടിച്ചോണ്ട് പോണത്. നമ്മളിനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകും? അതായത് ഇപ്പൊ നമുക്ക് മുന്നിലേക്കും പോകാൻ കഴിയില്ല, പിന്നിലേക്കും പോകാൻ കഴിയില്ല. കുടിക്കാൻ വെള്ളം മാത്രം ഇവിടെയുണ്ട്, കഴിക്കാൻ ഒന്നുമില്ല. പത്ലു, ഞാൻ വെള്ളം കുടിക്കാതെ വേണേ പോലും ജീവിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കാതെ എന്നെ കൊണ്ട് വയ്യ. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ എന്റെ ഫ്ലൈയിങ് കാറ് ഈ റിമോട്ട് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ. പിന്നെ നമുക്ക് പറന്ന് എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ പോകാം. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ പൊന്നു ചിങ്കം സാറേ, ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങളൊക്കെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഓ, 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 പിടിച്ചോ. വേണ്ട വേണ്ട, എന്നെ അടിക്കരുത്. ഓഹോ, എന്റെ അത്തിപ്പാറ അമ്മച്ചേ. ഓ, എന്തൊരു സംഭവമാണ്. വാ 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 വാ. ഇവന്മാരുടെ കയ്യിലാണെങ്കിൽ പറക്കുന്ന കാർ പോലുമുണ്ട്. ഇതൊരു ശരി ദൈവാനുഗ്രഹം തന്നെ. കുലേബ കവാലി, നമ്മൾ മോട്ടു പത്ലുവിനെ തെരഞ്ഞെടുത്തത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളല്ല, അവരെ ഞാനാണ് സെലക്ട് ചെയ്തത്. ഓ, നീ വെറുതെ ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കല്ലേ. മോട്ടു, നീ പുറകിലോട്ടുള്ള ഡയറക്ഷനിലേക്കാ പോകുന്നത്. ഓ, സോറി സോറി പത്ലു, ഇപ്പൊ തന്നെ തിരിച്ചേക്കാം. എന്റെ അമ്മച്ചിയെ, മറ്റൊരു തലവേദന. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ജീവൻ വേണം, ഓടിക്കോ. ചിലപ്പോ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, അവന്മാര് നമുക്കിട്ട് അറിഞ്ഞോട്ട് പണിയുന്നതാണെന്ന്. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഇവിടെ തങ്ങാം, നാളെ രാവിലെ ഇവിടുന്ന് പോവാം. വെയിറ്റർ ചേട്ടാ, ഇവിടെ സമൂസകളൊന്നും ഉണ്ടാക്കാറില്ലേ? സാർ, ഇവിടെ സമോസ ഇല്ല സാർ, പക്ഷെ സമോസി ഉണ്ടാക്കാറുണ്ട്. പൊളിച്ചെടുത്തല്ലോ, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ സമോസി? ഓഹോ, ഇവിടെ സമൂസയുടെ അനിയത്തി സമൂസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു ഹുക്കും സിംഗ്, അതിനകത്ത് സ്ഫോടന വസ്തുവുണ്ട്. സിറ്റി ഓഫ് ഗോൾഡിൽ വല്ലതും അതിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതാ. മോട്ടു പത്ലു ഏതായാലും ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അവര് നമ്മളെ സിറ്റി ഓഫ് ഗോൾഡ് വരേക്കും എത്തിക്കുമെന്ന്. അവർ അവിടെ എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ തീർച്ചയായും അവിടെ എത്തിയേ തീരൂ. സിറ്റി ഓഫ് ഗോൾഡിന്റെ ആളുകൾ മോട്ടു പത്ലുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത്ര ദൂരം എത്തിയ വിവരം അവർക്ക് അറിയുകയേയില്ല. ഒരു തവണയെങ്കിലും ആ കിരീടവും ആളും നമ്മുടെ കയ്യിലെത്തിയാൽ അതിനുശേഷം ഈ നഗരം മുഴുവൻ നമ്മുടെ സ്വന്തമാകും. അതെങ്ങനെ?
അങ്ങനെ ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണാവോ ആ കിരീടത്തെ ധരിച്ച് വാള് കയ്യിലേന്തുന്നത്, അയാൾക്കായിരിക്കും സിറ്റി ഓഫ് ഗോൾഡിന്റെ പൂർണ്ണ ആധിപത്യം. ഉറങ്ങിക്കിടക്കുന്നവർ പൂർണ്ണമായിട്ട് ഉണരുകയും പിന്നീട് എന്നേക്കുമായിട്ട് ആ അധിപന്റെ അടിമകളായി മാറും. ഉറങ്ങിയവർ ഉണരുമെന്നോ? അതെ, അവിടുത്തെ മനുഷ്യരെ ഏതോ മന്ത്രവാദി പ്രതിഭകളാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് അവിടുത്തെ രാജാവിനെ കൊന്നുകളഞ്ഞിരുന്നു. അന്ന് മുതൽ ആരും അവിടെ വരാറില്ല. ആ നഗരത്തിന്റെ രക്ഷിതാവ് ഇതേ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിട്ട് അയാൾ ആരും അവിടെ ഇതുവരെ എത്താൻ സമ്മതിക്കാറില്ല. എന്റെ പേര് ഗുൽഖാൻ എന്നാണ്. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് പൊക്കോളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. വലിയേട്ടോ, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങളത് തീർച്ചയായും നടത്തിയിരിക്കും. അല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. ഇപ്പൊ പറ, എന്താ ചെയ്യേണ്ടത്? പറ. സൈനികരെ, പത്തിലോ ഇവർ ഒരുപാട് പേരുണ്ട്. സമൂസ ഇപ്പൊ ചെയ്യണ്ട കേട്ടോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ആലോചിക്കാനോ ഒന്നുമില്ല, ഓടിക്കോ. എന്റെ അമ്മോ, പിടിക്കവന്മാരെ. അവന്മാർ ഓടി രക്ഷപ്പെടാൻ പാടില്ല. ഡോക്ടർ ജഡ്ക, വേഗം. എന്റെ അമ്മോ, വിട്ടോ. അവന്മാരിത് വേണം വെച്ച് ചെയ്യുന്നതാ. അവർക്കറിയാം നമ്മൾ പുറകെ തന്നെ ഉണ്ടെന്ന്. സദാസമയം നമുക്കിത് സംഭവിക്കാൻ പാടില്ല. അവർ നമ്മളെ എല്ലാവരും നശിപ്പിച്ചേ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. പൊളിച്ചെടുത്തല്ലോ മമ്മി, രക്ഷിക്കണേ. ഇതെന്താ ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. എന്നാ പിടിക്കോ. അതെ, എന്റെ പത്തിലോ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. വേഗം. വേഗം വിട്ടോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. മോട്ടു, വേഗം വേഗം കേറ്. മോട്ടു, എന്റെ ചങ്ക്, ഇനി ഈ കാറിന് പറക്കാൻ കഴിയില്ല. പൊളിച്ചേ.
വലിയേട്ടാ എനിക്ക് തോന്നുന്നത് അവര് പേടിച്ചു പോയി. കണ്ടില്ലേ, എല്ലാവരും പുറകിൽ നിൽക്കുവാ. ഓ മോട്ടു എന്റെ ബ്രോ, എന്റെ ചങ്കുകളെ, അവരിവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം. എന്റെ ചങ്കുകളെ, എന്റെ കാലിനകത്ത് താന്നു പോയേ. എന്റെ അമ്മോ, എന്താണത്? പത്ലു, ഇവിടെയൊക്കെ എന്താ സ്പോഞ്ച് പോലെ ഉള്ളത്? നിൽക്ക്, എല്ലാവരും അവിടെ നിൽക്ക്. ഇത് സ്പോഞ്ച് ഒന്നും അല്ല, ഇത് ലിക്വിഡ് സാൻഡ് ആണ്. എന്താ പറഞ്ഞു? പൊളിച്ചെടുത്തല്ലോ. ഈ ലിക്വിഡ് സാൻഡിൽ കൊടുക്കുന്നത് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ മുത്തശ്ശി, ഞങ്ങളെ വന്ന് രക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും ഒന്ന് അനങ്ങാതെ നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വേഗം താഴേക്ക് പോകും. ഉറപ്പാണ്. ശാന്തി, ശാന്തി. എന്താ നിങ്ങൾ പറയാറുള്ളത്? ബൈ ബൈ. കാരണം നിങ്ങൾ ഇപ്പൊ കീഴോട്ട് ഇറങ്ങി പോകാൻ പോവുകയാണ്. ഇനിയിപ്പോ പോണതിന് മുമ്പ് ഒരു കാര്യം പറ, നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? ഞങ്ങൾ എല്ലാവരും കുറച്ചുപേരെ സഹായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനായിട്ട് വന്നതായിരിക്കും, പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ ആരും വരില്ല. ബൈ 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 ബൈ. എന്റെ അമ്മോ, ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫുർഫുറെ നഗരത്തിലോ ധീരനായ പോലീസ് നഷ്ടപ്പെടും. ഞാനൊരു സത്യം പറയട്ടെ എന്റെ ജിങ്കം സാറ്, ഡോക്ടർ ജഡ്കെ എന്ന ഈ മഹാനായ സയന്റിസ്റ്റ് ഈ ലോകം തന്നെ വെടിഞ്ഞാൽ അത് ശാസ്ത്രലോകത്തിന് നഷ്ടമായിരിക്കും. എന്തെങ്കിലും ചെയ്യൂ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ചേട്ടാ, ഇതൊന്ന് കേട്ടിട്ട് പോ. മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കില്ലേ? ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ച് താ പ്ലീസ്. ശരി, പറ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാ, ഞങ്ങൾക്ക് നിങ്ങൾ സമൂസ കഴിക്കാൻ തരണം. നമ്മൾ നിന്റെ അവസാനത്തെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു തരും. അതെ, പെട്ടെന്ന് സമൂസ എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒന്ന് വേഗം വന്ന് എനിക്ക് കുറച്ച് സമൂസ തരൂ. നീ വരാൻ വളരെ വൈകിപ്പോയി. ഇപ്പൊ അവർ ഈ ലോകം തന്നെ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് വാ, നമുക്ക് മടങ്ങാം. നല്ല മണം. താങ്ക് യു വലിയേട്ടാ. അല്ല, ഈ സമോസ കൊണ്ടുവന്നത് നമുക്ക് ഭാര്യയല്ലോ. വാ, നമുക്ക് പെട്ടെന്ന് ഓടാ ഇവിടുന്ന്. എന്റെ മോട്ടു, അവരെ പോകാൻ അനുവദിക്ക്. എന്തൊക്കെയായാലും അവരല്ലേ നമ്മുടെ ജീവൻ രക്ഷിച്ചത്. സമൂസ കഴിച്ചപ്പോ നല്ല രസമുണ്ട് എന്റെ പത്ലു. അതേതായാലും നന്നായി. മോട്ടു സമോസ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? മോട്ടു, യു ആർ ദി ബെസ്റ്റ്. താങ്ക് യു ചിങ്കം സാർ. വലിയേട്ടാ, ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി വേഗം പൂർത്തിയാക്ക്. വേഗം ചെന്ന് ആ കാറ് റിപ്പയർ ചെയ്യുന്നു. മാപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ ഡയറക്ഷനിൽ പോയേ മതിയാകൂ. ഈ വഴി ഭയങ്കര ഇടുങ്ങിയതാണ്. ഇവിടെ മരങ്ങളൊന്നും കാണുന്നേ ഇല്ല. എവിടെ നോക്കിയാലും മലകളും മണലും മാത്രമേ കാണുന്നുള്ളൂ. ഓ എന്റെ ചങ്കുകളെ, അത് കണ്ടോ? എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഗോൾഡൻ മൗണ്ടൻ ഉള്ളതെന്നാണ്. വലിയേട്ടാ, അതെന്താ സാധനം? ഒന്ന് അതിന്റെ അടുത്തേക്ക് പോയേ. കുറച്ചുകൂടി അടുത്തേക്ക്. ഏയ്, എന്താണത്? ഡോക്ടർ ജഡ്ക, വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. പുറകെ മലയാണല്ലോ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ അത്തിപ്പാറ് അമ്മച്ചിയെ, ഈ കാറ് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ പോവാ? എന്റെ അമ്മോ, ഇത്രയും വലിയൊരു ജന്തുവോ? എന്റെ വലിയേട്ടാ, ഇപ്പൊ നമ്മൾ ഈ കാർ ഇവിടുന്ന് എടുത്തില്ലെങ്കിലേ പിന്നെ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്.
ഇവന്മാര് ശരിക്കും രസികന്മാരാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഓടിക്കോ. 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 ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. മര്യാദയ്ക്ക് നിൽക്കാൻ. ചിങ്കം സാർ. ഏയ്, ഇവിടെ ഇവിടെ. പിടിക്കു പിടിക്കു. മോട്ടു ഈ കയറ് പിടിച്ചോ. ഇതാ. മുറുക്കെ പിടിച്ച് വലിക്ക്. വേഗം. അങ്ങനെ തന്നെ. രക്ഷിക്കണേ. അയ്യോ എന്റെ ദൈവമേ, ഇവന്മാരെന്റെ പുറകെ അറിഞ്ഞോണ്ടാണ് ഓരോ കുന്തവും വലിച്ചെറിയണത്. എനിക്ക് വയ്യ. നമ്മൾ അവരെ പിന്തുടരുന്ന കാര്യം അവർക്ക് ഒരിക്കലും അറിയില്ല. ഇതെല്ലാം നിങ്ങളുടെ വിധി പോലെയാണ് നടക്കുന്നത്. മമ്മി, രക്ഷിക്കണേ. എല്ലാരും ശ്രദ്ധിച്ചു പോയിക്കൊള്ളാം. ദാ താഴെ വീഴാതെ മര്യാദക്ക് നോക്കി പോയിക്കൊള്ളാം. മോട്ടു. നോക്കി നിൽക്കാതെ വേഗം ഓട്. ഏയ് സ്റ്റോപ്പ്. വേഗം ഓടിക്കോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കല്ല് എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. മോട്ടു, എന്നെ ഒന്ന് രക്ഷിക്കോ. എന്താ ഇത്, എന്റെ മൂടിന് തീ പിടിച്ചല്ലോ. ഇനി ഞാൻ റോക്കറ്റ് പോലെ പോകാൻ പോവാണ്. മാറിക്കോ. മമ്മി, ഈ പാറ നമ്മുടെ പുറകെ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ചിങ്കം സാർ, ഓടി രക്ഷപ്പെട്ടോളൂ. ഇപ്പൊ നമ്മളെല്ലാവരും ചമ്മന്തിയാവുന്ന തോന്നുന്നു. ജീവൻ വേണമെങ്കിൽ ദേ ഇതിന് മുകളിൽ കൂടെ കേറിക്കോ. രക്ഷിക്കണേ. അങ്ങോട്ട് നോക്കൂ. സിറ്റി ഓഫ് ഗോൾഡ്. ഇവിടെ ഉള്ളതെല്ലാം സ്വർണങ്ങൾ മാത്രമാണ്. അതെ, പക്ഷെ നമുക്കിപ്പോ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് പോണെങ്കിൽ 1000 അടി താഴേക്ക് പോകണം. രക്ഷപ്പെടാൻ യാതൊരു വഴിയും ഇല്ല. ഓ എന്റെ പൊന്നു ചങ്ങളെ, നിങ്ങൾ എങ്ങനെ പേടിക്കാതെന്നേ. റിമോട്ട് കൊണ്ട് ഞാൻ എന്റെ കാറിനെ ഇപ്പൊ വിളിച്ചു വരുത്തന്നേ. എന്റെ അമ്മോ, അതിന് കാറ് റിപ്പയർ ആയിരിക്കല്ലേ. ഓ എന്റെ ചങ്കുകളെ, അതില് ഹെലികോപ്റ്റർ മോഡ് വരെ ഉണ്ട്. അതിപ്പോ ഇങ്ങ് പറഞ്ഞെത്തും. വലിയ
വലിയേട്ടാ, ഈ കാറിൽ ഈ ഫെസിലിറ്റി ഉണ്ടായിട്ടാണോ ഞങ്ങളെ കൊണ്ട് ഈ ചക്രശ്വാസം മുഴുവനും വലിപ്പിച്ചത്? വേണ്ട, ഞാൻ ഓർത്തില്ല. ഓ. പൊളിക്കടുത്തല്ല. എത്ര സ്വർണ്ണാണ് ഇവിടെ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്റെ അമ്മോ, എന്താണത്? ഈ നഗരം മുഴുവനും സ്വർണമാണല്ലോ. ആ ജോണുങ്ങാണ് ഇത് കണ്ടാൽ സന്തോഷം കൊണ്ട് അവന്റെ തലയ്ക്ക് വട്ടുപിടിക്കുമല്ലോ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും സ്വർണം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാനിനി ഇവിടെ തന്നെ കൂടാൻ പോവാ. ഫുർഫുറെ നഗരത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മമ്മി, വെറുതെ കിടന്ന് അലറണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഇവിടത്തെ ഒരു സാധനങ്ങളും തുടരുത്. നമുക്കറിയില്ല എന്തൊക്കെ അപകടങ്ങളാ ഒളിഞ്ഞിരിക്കുന്നേന്ന്. എന്റെ അമ്മോ, ഇത് ശരിക്കും മനുഷ്യന്മാരാണോ അതോ വിഗ്രഹങ്ങളാണോന്ന് മനസ്സിലാവുന്നില്ല. ഇവരെ തൊട്ട് കഴിഞ്ഞാ ജീവൻ വരുമെന്നാ തോന്നുന്നത്. ഒന്ന് തൊട്ട് നോക്കിയാലോ? പൊളിച്ചേ! കിട്ടിപ്പോയി, കിട്ടിപ്പോയി. കിരീടവും വാളും. ആ ദിലാവർ ഖാൻ ഈ കിരീടവും വാളും കൊടുത്തിട്ട് സമാധാനത്തോടെ നമുക്കെല്ലാം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഐഡിയ. മോട്ടു അവരെല്ലാം അമ്പ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും പോയി ഓരോ പരിചയം എടുത്ത് നടുവിൽ വന്ന് നിൽക്കാം. ആരാണോ ഈ ഭടന്മാരെ ഇവിടെ സെക്യൂരിറ്റി ആയി നിർത്തിയിരിക്കുന്നത്? എന്തായാലും അവർ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാ നിർത്തിയിരിക്കുന്നേ. മോട്ടു, എനിക്ക് തോന്നുന്നത് ആ കിരീടവും വാളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും സേഫ്റ്റി എന്നാ. എന്റെ അമ്മോ, ഇത് സേനാധിപതിയാണെന്ന് തോന്നുന്നു. പകുതി മനുഷ്യനും പകുതി മൃഗവും. മാത്രമല്ല കക്ഷി ഭയങ്കര ദേഷ്യത്തിലുവാ. എന്റെ വലിയേട്ടാ, ഇത് ശരിക്കും ഒറിജിനൽ ആയിരിക്കില്ലെന്നേ. പകുതി കുതിരയുടെയും പകുതി മനുഷ്യന്റെ ശരീരം ആർക്കെങ്കിലും ഉണ്ടാവോ? ഇത് നമ്മളെയൊക്കെ വെറുതെ പൊട്ടനാക്കുമല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അത് തെളിയിച്ച് കാണിച്ചു തരാന്നേ. അതെ വലിയേട്ടാ, ഞാൻ മോട്ടുവാണ്. ഫുർഫുറി നഗരത്തിൽ നിന്നാ വരുന്നത്. നിങ്ങൾ ശരിക്കും ഒരു റോബോട്ടിക് യന്ത്രമല്ലേ? അല്ല, എന്റെ പേര് യാക്കോബായ് എന്നാണ്. സലിം ഖാൻ രാജാവിന്റെ സേനാപതിയാണ് ഞാൻ. ഈ കിരീടത്തിന്റെ കാവൽക്കാരൻ. ഈ കിരീടം അന്വേഷിച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. യാക്കൂബ് ചേട്ടാ, ജീവൻ എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഇത് പറ, ഈ കുതിരയുടെ ശരീരം ആരാ ഉണ്ടാക്കിയത്? പിന്നെ ഇത് ശരിക്കും മെറ്റൽ തന്നെയാണോ? പത്തലോ, ഇത് ഒറിജിനലാണ്, ഒറിജിനലാണ്, ഒറിജിനലാണ്. ഓടിക്കോ, എവിടെയും നിൽക്കാതെ ഓടിക്കോ. പത്തലു, ഇവന്റെ അടുത്തുനിന്ന് കിരീടവും വാളും എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്ന് ആലോചിക്കേ. പൊളിച്ചടുത്തല്ലോ. നിനക്ക് ഇപ്പോഴും വാളും കിരീടം എടുക്കണം എന്നാണല്ലേ? ഇവിടെ ജീവൻ തന്നെ അപകടത്തിലാണ്, അറിയോ? നമ്മൾ ദിലാവർ ഖാന് വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് നമുക്കൊരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. അതെന്ത് തന്നെ സംഭവിച്ചാലും ശരി. ചിങ്കം സാറേ, ഗസീറ്റാറാം, ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല. ആ സെന്റോർ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങള് ഡാൻസ് കളിക്കല്ല, ഞങ്ങളുടെ ശരീരം മുഴുവനും എന്തോ ചൊറിഞ്ഞ് കടിക്കുന്നുണ്ട്. വരുന്നു. എല്ലാവരും കേറിക്കോ.
ദേ ആ ഫോട്ടോയിലേക്ക് നോക്കി അറിയാൻ പറ്റും ഇവറ്റുകൾക്കൊക്കെ തീ ഭയങ്കര പേടിയാണെന്ന്. നമ്മൾ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. ദേ കണ്ടില്ലേ, 2 കല്ലിവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കല്ലുകള് തീ ഉണ്ടാക്കാനായിരിക്കാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെടുത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീ ഉണ്ടാക്കാൻ നോക്കാം. ദേ വേഗം കത്തിക്ക്. എന്റെ അമ്മോ, തീ കത്തിക്കുന്നത് വെടിവെക്കുന്ന പോലെ എളുപ്പ പണിയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ കത്തിച്ച് കാണിച്ചു തരാം. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചട്ക, അത് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. ഓ, ഇതിനുള്ള പരിഹാരം ഞാൻ കാണിച്ചു തരാന്നേ. ഇതാ ഈ ലൈറ്ററിന്റെ കാര്യം ആദ്യം എന്താ പറയാഞ്ഞേ? പിന്നെ കണ്ടോളാം. എല്ലാവരും ചാടിക്കോ. എന്റെ അമ്മോ, ഷർട്ട് പാന്റ് എല്ലാത്തിനകത്ത് കേറിയല്ലോ. ഭയങ്കര ചോർച്ചില്. മനുഷ്യൻ ചൊറിഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ഇത്ര നേരമായിട്ട് നിങ്ങൾ ലേറ്ററുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓ, എന്റെ ചങ്കുകളെ, ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തവണ കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാനിതെടുത്ത് കളയും, പറഞ്ഞേക്കാം. നമ്മുടെ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. അവസാനം നമ്മൾ ഈ സ്വർണ്ണ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പെട്ടെന്ന് പോയിട്ട് ആ കിരീടവും വാളും കരസ്ഥമാക്കിയാൽ മതി. പിന്നെ നഗരം മുഴുവനും ഉണരും. പിന്നെ നമ്മുടെ അടിമകളായി തീരും അവര്. നമ്മൾ ജീവനോടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നഗരം നമുക്ക് സ്വന്തമായിരിക്കണം. എവിടെ പോവുകയാ? നിൽക്കാൻ. നിങ്ങൾ ഇവിടെ വന്നത് ഒട്ടും തന്നെ ശരിയായില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വർണം കൊണ്ടുപോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമല്ല വന്നത്. ഞങ്ങൾ ഇവിടെ ദിലാവർ ഖാന്റെ പാരമ്പര്യ കിരീടവും വാളും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിരീടവും വാളും ഞങ്ങളുടേതാണ്. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നിന്നോട് നുണയാ പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് യാക്കോബ. പക്ഷെ ആ ദിലാവർ ഖാൻ പിന്നെന്തിനാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? ആ കിരീടവും വാളും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതാണെന്ന്. ആ ദിലാവർ ഖാൻ പറഞ്ഞതൊക്കെ തന്നെ നുണയാണ്. അവൻ ഇത് അറിയാമായിരുന്നു. ആരാണോ ഈ കിരീടം ധരിച്ച് ഈ വാള് കൈക്കലാക്കുന്നത് അവന്റെ അധീനതയിലായിരിക്കും ഈ നഗരം മുഴുവൻ എന്ന്. ഓ, നഗരം മുഴുവനും ഒരാൾക്ക് മാത്രം എങ്ങനെ സ്വന്തമാകും? ഒരു മന്ത്രവാദി എന്നെ ചതിച്ചത് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ കൊല്ലുകയാണുണ്ടായത്. മരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ അവന്റെ മന്ത്രസിദ്ധി കൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളെ മുഴുവൻ കൽപ്രതിമകളായി മാറ്റി എനിക്ക് ഇങ്ങനെ ഒരു രൂപവും തന്നു. എന്നിട്ടൊരു ശാപവും പറഞ്ഞു, എനിക്കൊരു കാലത്തും ഈ കിരീടം ധരിക്കാൻ സാധിക്കില്ലെന്ന്. ആര് ഈ കിരീടം ധരിക്കുന്നുവോ അയാൾ ഈ നഗരത്തിന്റെ രാജാവാകും. ഇവിടുത്തെ ജനങ്ങൾ കൽപ്രതിമയിൽ നിന്നും മനുഷ്യരൂപം ധരിച്ച് അയാളെ രാജാവായി വാഴ്ത്തും. ഇത് വലിയൊരു ചതിയാണ്. ആ ദിലാവർ ഖാന്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു ചതി കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞാൻ ആ ദിലാവർ ഖാനെ വെറുതെ വിടൂല. ഇതെന്താ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ദിലാവർ ഖാൻ നിങ്ങളെ പിന്തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്നാണ്. അവൻ ആ കിരീടം ധരിച്ചെന്നാണ് തോന്നുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവനെ അനുസരിച്ചേ മതിയാകൂ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. വരൂ, വേഗം വാ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. വരൂ വരൂ എന്റെ സുഹൃത്തെ മോട്ടു പത്ലു, നിങ്ങൾ വളരെ ധീരരാണല്ലോ. എടോ, കൂട്ടുകാരെന്ന് മാത്രം പറയല്ലേ. നിനക്ക് ഞങ്ങളുടെ ശത്രുവാകാനുള്ള യോഗ്യത പോലുമില്ല. നീ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു നീ. നിർത്തൂ. ഇവിടെ എനിക്കാണ് ആധിപത്യം. ഇവിടത്തെ നിയമവും ഞാനാണ്. മോട്ടു, നീ എന്റെ സൗഹൃദം വിച്ഛേദിച്ചത് നന്നായില്ല. ഇന്നെനിക്ക് കാണണം നീ എത്ര വലിയ ധീരനാണെന്ന്. ഈ യാക്കോബായെ ഏറ്റുമുട്ടണം. നീ ജയിച്ചാൽ നിനക്ക് തിരിച്ചു മടങ്ങാം. പക്ഷെ തോറ്റാൽ പറയണ്ടല്ലോ. ഇല്ല, ഇത് ശരിക്കുള്ളൊരു പോരാട്ടമല്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഈ യുദ്ധം അത്യാവശ്യമാണ്. ഇത് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയ്ക്കുള്ള യുദ്ധമാണ്. എന്നാൽ വിജയിക്കുന്നത് അവസാനം നന്മ തന്നെ ആയിരിക്കും.
നീ പോ, ഇത് എനിക്കുള്ളതാണ്. ഇല്ല മോട്ടു ഇല്ല, നീ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഈ 10 ഉണ്ടാവും. സബാഷ്, സുഹൃത്തുക്കളാണ്, ഇങ്ങനെ വേണം. എങ്കിൽ ആരംഭിക്കട്ടെ. കൂട്ടുകാരാ, നീ എനിക്ക് മാപ്പുതാ. എനിക്ക് മഹാരാജാവിന്റെ ആജ്ഞ അനുസരിക്കാതെ പറ്റില്ല. പത്തിലു പോയി ഇവിടുന്ന്. മോട്ടു പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ, എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ ഈ കയറ് പിടിച്ചോ, ഇത് അവന്റെ പുറത്ത് കെട്ടിയിട്ട് അവന്റെ മുകളിൽ ഇരുന്ന് സവാരി ചെയ്യ്. യാക്കൂബാ, കലക്കി മോട്ടു. യാക്കൂബാ, നേരെ മഹാരാജാവ് ദിലാവർ ഖാന്റെ അടുത്തേക്ക് പോകൂ, നിൽക്കരുത്. നീ എവിടെ കൊണ്ടുപോയാലും ഞാൻ അവിടെ വരും. അവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്? നിക്കാൻ പറയൂ ഖാൻ. യാക്കോബ, അവിടെ നില്ല്. എന്റെ ആജ്ഞയാണ് അവിടെ നിൽക്കാൻ. മോട്ടു മഹാരാജാവും നീണാൾ വാഴട്ടെ. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മഹാരാജാവ്. ഇല്ല ഇല്ല, ഇത് തെറ്റാണ്. ഇത് വൻ ചതിയാണ്. ചതിച്ച് എന്റെ കിരീടം തട്ടിയെടുത്തതാണ്. ഞാനാണ് രാജാവ്. പിടിക്കാ രാജ്യദ്രോഹിയെ. ഏയ്, അവിടെ നിൽക്കാൻ. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദിലാവർ ഖാൻ, എവിടെ വരെ നീ ഓടിപ്പോകും? അതിലിരിക്കരുത്. കിരീടമില്ലാതെ അതിലിരിക്കരുത്. ഞാൻ ഇരുന്നു പോയല്ലോ. ഇനിയിപ്പോ ഇത് എന്റേതാണ്. ഞാനാണ് രാജാവ്. രാജാവ് ഞാനാണ്. ഇതെന്തായി സംഭവിക്കണേ? ഓ ഓ ഓ ഓ. ഇതെന്താ സംഭവിക്കുന്നത്? കൊട്ടാരം മുഴുവൻ ഇളകി മറിയുവാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ദിലാവർ ഖാൻ, എന്നെ രക്ഷിക്കൂ. ഗുലേബ കവാലി, ഖാൻ, എന്നെ രക്ഷിക്കൂ. ഗുലേബ കവാലി. ഇല്ല. രക്ഷപ്പെടുത്ത്. മോട്ടു പത്ലു, എന്നെ രക്ഷപ്പെടുത്ത്. ആ സിംഹാസനത്തിൽ കിരീടമില്ലാതെ ഇരിക്കുന്നത് തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയും അയാൾക്ക് ലഭിച്ചു. മോട്ടു മഹാരാജ്, ഇനി നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാം. യാക്കൂബ, നിങ്ങളാണ് ഇവിടുത്തെ രാജാവ്. നിങ്ങൾ വേണം ഈ കിരീടം ധരിക്കുവാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് അണിയിച്ചു തരാം. ഹാ.
പത്ലു, ഒരുപാട് നന്ദിയുണ്ട്. നീ എനിക്ക് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. എന്നെയും എന്റെ നഗരത്തെയും രക്ഷിച്ചു. എത്ര നന്ദി പറഞ്ഞാലും അത് കൂടുതലാകില്ല. യാക്കൂബ, നീയാണ് ഇവിടുത്തെ ശരിക്കുള്ള രാജാവ്. ഞങ്ങൾ ഇവിടുത്തെ അതിഥികൾ മാത്രമാണ്. ഞങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാൻ പോവുക. എത്ര സ്വർണം വേണമെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊള്ളൂ. എല്ലാം നിങ്ങളുടേത് തന്നെ. വേണ്ട യാക്കൂബ, വേണ്ട. ഞങ്ങൾക്ക് സ്വർണങ്ങൾ ഒന്നും വേണ്ട. എങ്കിൽ കുറച്ചു നാളത്തേക്ക് എന്റെ അതിഥിയായി ഇരുന്നുകൂടെ? താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു സ്വർണ്ണ നഗരത്തിൽ താമസിച്ചിട്ടേ ഇല്ല. സ്വർണ്ണ പേസ്റ്റിൽ പല്ല് തേക്കും, സ്വർണ്ണ കട്ടിലിൽ കിടന്നുറങ്ങും, സ്വർണ്ണ ഉടുപ്പിടും, സ്വർണ്ണ രുചിയിൽ ആഹാരം കഴിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.